ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ പയാന കാർ മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. വൈകുന്നേരം ആയപ്പോഴായിരുന്നു മൈസൂർ എത്തിയത്. അപ്പോൾ കുറച്ച് ടൈമല്ലേ ഉള്ളൂ, പെട്ടെന്ന് പോയിട്ട് വരാം എന്നുള്ളൊരു കൺസേൺ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോയത്. If you are a vintage car lover or just want a unique family spot, this place is a must visit. ഫസ്റ്റ് ഓഫ് ഓൾ, ആ ടയറിൻ്റെ ഷേപ്പിലുള്ള ആർക്കിടെക്ചർ സ്റ്റൈല് തന്നെ ഡിഫറെൻ്റ് ആണല്ലേ, യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ടിക്കറ്റ് ചാർജിനെ പറ്റി പറയുകയാണെങ്കിൽ പെർ അഡൽറ്റിന് വെറും 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ടൈമിങ്സ് അറൗണ്ട് 9 AM to 8 PM ആണ് പറയുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ഈസി വിസിറ്റിനും പറ്റിയൊരു സ്പോട്ടാണ് പയാന മ്യൂസിയം. ഈ മ്യൂസിയം തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. 2024 ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. കാർ ലവേഴ്സിനൊരു ഹെവൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഹിയർ യു ക്യാൻ സീ കാർസ് ഫ്രം 1920s to 1960s, ദ ഗോൾഡൻ എറ ഓഫ് ഓട്ടോമൊബൈൽ ഹിസ്റ്ററി. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. വിൻറ്റേജ് എൻജിൻസും ഇവിടെ പ്രിസേർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് ഷെയ്ഡ്, ക്രോം വർക്ക്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഓരോ കാറും റീസ്റ്റോർ ചെയ്തെടുത്തതെന്ന്. 1925 ഫിയറ്റ് തൊട്ട് രാജാക്കന്മാർ യൂസ് ചെയ്തിട്ടുള്ള റോയൽ ഡെയിംലർ വരെയുണ്ട് ഇവിടെ. ഹ്യൂജ് സ്പേസിംഗ് ആണ് കേട്ടോ മറ്റൊരു ഹൈലൈറ്റ്. നല്ല വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെയുണ്ട്. ഈ സൈഡ് നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ടത് റോയൽ ഫാമിലി യൂസ് ചെയ്തിട്ടുള്ള കുതിരവണ്ടിയും സാധാരണക്കാരുടെ കാളവണ്ടിയും ഒക്കെയാണ്. എല്ലാം ഉണ്ട് ഇവിടെ. അന്നത്തെ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ആനിമൽ ഡ്രോൺ കാർട്സ് തൊട്ട് വിൻറ്റേജ് കാർസ് വരെ ഉണ്ട് ഇവിടെ. ട്രാവലിംഗ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ കാളവണ്ടിയും അതുപോലെ കുതിരവണ്ടി ഇതൊന്നും കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ എങ്ങനെയാണ് ഇത്രയൊക്കെ ഡെവലപ്മെൻറ്റ്സിലേക്ക് ഇവോൾവ് ചെയ്ത് വന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ റോയൽ കാർസാണ് കേട്ടോ കാണുന്നത്. എന്താ പ്രൗഢി! ഇതാണ് മൈസൂർ മഹാരാജാവ് യൂസ് ചെയ്ത ഡെയിംലർ DE36. 1940s കാലഘട്ടത്തിലെ ഒരു മോസ്റ്റ് ലക്ഷറിയസ് വണ്ടിയാണിത്. പിന്നെ ദേ ഈ പോർഷനിൽ 2 വീലറിൻ്റെ സെക്ഷനാണ്. ഇവിടെയാണ് വിൻറ്റേജ് ബൈക്സ്, സ്കൂട്ടേഴ്സ്, മൊപ്പറ്റ്സ് എല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസിക് മോട്ടോർ സൈക്കിൾസിന് ഹെവി മെറ്റൽ ബോഡി, റൗണ്ട് ഹെഡ്ലൈറ്റും പിന്നെ അതുപോലെ തന്നെ ഫ്യൂവൽ ടാങ്കിൻ്റെ ആ പോർഷനിലുള്ള ഡിസൈനും ഒക്കെ ഒരു ഡിഫറെൻറ്റ് ഫീലാണ് അല്ലേ. ഏതൊരു ബൈക്കിനും ഒരു ഹിസ്റ്ററി ഉണ്ട്. ഡെക്കേഡ്സ് ബാക്ക് ഇതൊക്കെ ഡെയിലി ട്രാവലിന് വേണ്ടിയിട്ട് ആൾക്കാർ യൂസ് ചെയ്തിരുന്ന 2 വീലേഴ്സാണ്. സിമ്പിൾ ഡിസൈനും ക്യൂട്ട് ഷേപ്പും ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളാണ് ഇതൊക്കെ. ഈ സെക്ഷനിലുള്ളത് ലൈറ്റ് വെയ്റ്റും ഈസി ടു റൈഡും സിംഗിൾ സിലിണ്ടർ എൻജിൻസുമുള്ള മോഡൽസാണ്. നമ്മൾ 90s കിഡ്സ് ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ ഈ വണ്ടികളൊക്കെ കാണാൻ കിട്ടുമായിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് മഞ്ജുഷ ആർട്ട് മ്യൂസിയം. ഇവിടെ ആൻറ്റിക് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, റിലിക്സ്, അതുപോലെ തന്നെ ഓൾഡ് വെസൽസ്, അതായത് മെറ്റൽ കൊണ്ടുള്ളത്, ബ്രോൺസ്, ബ്രാസ്, നമ്മൾ കുക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന യുട്ടൻസിൽസും, അതുപോലെ ലാമ്പുകൾ, ലാൻറ്റേൺസ് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഡിസ്പ്ലേയിൽ നമുക്ക് പഴയ നാണയങ്ങൾ, സ്റ്റാമ്പുകൾ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അപ്പുറത്തെ സൈഡിൽ പ്രിൻറ്റിങ് മെഷീൻ, ടൈപ്പ് റൈറ്റർ, ക്യാമറ, മൂവി മേക്കിംഗ് ക്യാമറാസ്, പിന്നെ പഴയ റേഡിയോസും ഗ്രാമഫോണും എല്ലാം ഉണ്ടായിരുന്നു. സോ ഓട്ടോമൊബൈൽസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രം പറ്റിയ സ്പോട്ടല്ല പയാന. ഇറ്റ് ഗീവ്സ് എ ബ്രോഡർ ഹെറിറ്റേജ് ആൻഡ് ഹിസ്റ്ററി എക്സ്പീരിയൻസ്. പഴയ ടെക്നോളജി ഫുള്ള് നമുക്കിവിടെ വന്നാൽ കുറച്ചും കൂടെ ബ്രോഡറായിട്ട് നമുക്ക് മനസ്സിലാവും. പയാന എന്ന പേര് പോലെ തന്നെ ദിസ് മ്യൂസിയം ഈസ് ലിറ്ററലി എ ജേർണി ത്രൂ ടൈം. പഴയ മെമ്മറീസും പുതിയ എക്സ്പീരിയൻസും ചേർന്ന പ്യുവർ നൊസ്റ്റാൾജിയ തരുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ മൈസൂർ പോകുന്ന ആൾക്കാർ ഈ ഒരു സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് കേട്ടോ. മൈസൂർ ഞങ്ങൾക്ക് നല്ല അടിപൊളി ഫുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല ഫ്ലേവറും, ഞങ്ങൾ കഴിച്ച എല്ലാ ഫുഡും ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, സിസ്ലിംഗ് പാനിൽ പോർക്ക് റോസ്റ്റ് ആണ്, അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സീ യു.